അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് കേട്ടാണ് അകത്തു നിന്നും നബീസുമ്മ ഓടി പുറത്തേക്ക് വന്നത്. വാതിൽ തുറന്നു നോക്കിയപ്പോൾ മുന്നിലതാ അബ്ദുവും കൂടെ ഒരു പെൺകുട്ടിയും. എൻ്റെ റബ്ബേ, ഇതാരാണാവോ? ഒരു നിമിഷം അവർ അവിടെ തരിച്ചു നിന്നു പോയി. എൻ്റെ റബ്ബേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? ഇനി എനിക്ക് മരിച്ചാലും വേണ്ടിയില്ല റബ്ബേ. അഹമ്മദ് കാ, ഒന്ന് ഇങ്ങോട്ട് വന്നേ, വേഗം വായോ. അവർ ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി. സെമീറ മോളെ, നീ ഇത് ഇവിടെയാ? ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. ദേ, നീ വരുമ്പോ രാധേച്ചിയും കൂടി കൂട്ടിക്കോ, വേഗം വാ. ഇവരുടെ ഈ വെപ്രാളം കണ്ട് അബ്ദുവും സുലൈഖയും ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. എന്നാലും എൻ്റെ അബ്ദുവേ, നീ ഇങ്ങനെ ഒരു പണിയെടുക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വെറുതെ അല്ല നീ ആ കൃഷ്ണേട്ടനെ 8 വട്ടം കറക്കിയതല്ലേ? അബ്ദുവിന് വേഗം കാര്യം കത്തി. ചായക്കടയിൽ നടന്ന സംഭവത്തിന്റെ തുടർക്കഥയാണ് ഇവിടെയും സംഭവിക്കുന്നത്. എൻ്റെ പൊന്നു നബീസുമ്മ, ഇത് നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നും അല്ല കേട്ടോ. ഒന്നും മിണ്ടാതിരി. വേഗം നബീസുമ്മയുടെ വായ പൊത്തി. എന്താ നബീസു, നീ എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂവുന്നത്? എന്താ ഇവിടെ സംഭവിച്ചത്? ഇതും പറഞ്ഞുകൊണ്ട് അഹമ്മദ് ഖാൻ പുറത്തേക്ക് വന്നു. അപ്പോഴാണ് പുറത്ത് അബ്ദുവും കൂടെ ഒരു പെൺകുട്ടിയും, കൂടാതെ അബ്ദു നബീസുമ്മയുടെ വായ പൊത്തിപ്പിടിച്ചിരിക്കുന്നു. അതേസമയം തന്നെ സമീറയും അതുപോലെ രാധേച്ചിയും ഓടിക്കൊണ്ടി വന്നു. അവരും ഈ കാഴ്ച തന്നെയായിരുന്നു കണ്ടത്. എന്താ ഇവിടെ, എന്താ സംഭവിച്ചത്? ആരാ ഇതൊക്കെ? ഞാൻ പറയാം. വേഗം നബീസുമ്മ അബ്ദുവിന്റെ കൈമാറ്റിക്കൊണ്ട് പറഞ്ഞു. ദേ, ഇതുകൊണ്ടാ ഇവൻ കൃഷ്ണേട്ടന് പിടികൊടുക്കാതെ നടക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ ആരും കാണാത്ത ഇവന്റെ ഖൽബിലെ രാജകുമാരിയെയും കൂട്ടിക്കൊണ്ട് വന്നത്. എല്ലാവരും അന്തം വിട്ടു നിൽക്കുകയാണ്. എല്ലാവരും അബ്ദുവിനെയും നോക്കുന്നുണ്ട്, സുലൈഖയെയും മാറി മാറി നോക്കുന്നു. അബ്ദു ആകട്ടെ ആകെ ചമ്മിയ നിലയിൽ. അവൻ ഒരു ചമ്മലോടെ സുലൈഖയുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ അഹമ്മദ് ഖാ, ഇത് നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നല്ല കേട്ടോ. ഇത് ഞാൻ നിങ്ങളുടെ ചായക്കടയിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരുന്നതാ. നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്, അല്ലാതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കൂട്ടിക്കൊണ്ടുവന്നതൊന്നല്ല. ഇത് നമ്മളെ കാണാനോ? അതെ, നിങ്ങളെ കാണാൻ തന്നെ. കൃഷ്ണേട്ടനാ പറഞ്ഞത് നിങ്ങളെ കാണാൻ വന്നിട്ട് ഇവിടെ കൊണ്ടാക്കാൻ. ഇതൊക്കെ ഒന്ന് പറയാനാണെ നബീസുമ്മ സമ്മതിക്കണ്ടേ? എല്ലാം വെറുതെ ഊഹിച്ചതാ. അത് പിന്നെ നീ ഈ സമയത്തൊരു പെൺകുട്ടിയെയും കൊണ്ട് വന്നാൽ, അത് നമ്മളൊന്നും ഇതുവരെ കാണാത്തൊരു പെൺകുട്ടിയും. നബീസുമ്മ തപ്പി തപ്പി പറഞ്ഞു. മതി മതി, ഇനി എല്ലാവരും ഒന്ന് ഉള്ളിലേക്ക് കയറിയേ. വാ മോളെ, നീ കയറ്. അഹമ്മദ് ഖാൻ സുലൈഖാനോട് പറഞ്ഞു. അവൾ നബീസുമ്മയുടെ മുഖത്തേക്ക് നോക്കി. വാ മോളെ, കയറിയിരിക്കുക. അവരും കൂടി പറഞ്ഞതോടെ സുലൈഖ വീട്ടിനകത്തേക്ക് കയറി. നബീസു, നീ കുട്ടിക്ക് കുറച്ച് വെള്ളം കൊടുത്തേ കുടിക്കാൻ. ചെല്ല്. വാ മോളെ, ഇവിടെ ഇരിക്ക്. ഇതാ. അഹമ്മദ് ഖാൻ സോഫ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. സുലൈഖ വേഗം ചെന്ന് അവിടെ ഇരുന്നു. പെട്ടെന്ന് തന്നെ അവൾ അവളുടെ ബാഗ് തുറന്ന് ഒരു എഴുത്തെടുത്തു. തൻ്റെ ഉപ്പ വരുമ്പോൾ തന്ന ആ കത്ത് അവൾ വേഗം അഹമ്മദ് ഖയ്ക്ക് കൊടുത്തു. ആ കത്ത് വായിച്ചതിന് ശേഷം അഹമ്മദ് ഖാൻ വല്ലാത്ത സന്തോഷത്തിൽ, എടി നബീസു, നിങ്ങൾ വന്നേ. ഇതാരാണെന്നറിയോ നിനക്ക്? എൻ്റെ ചെങ്ങായില്ലേ, അവൻ്റെ മോളാ. ഞാൻ എപ്പോഴും നിന്നോടൊരു സുലൈമാനെ പറ്റി പറയാറില്ലേ, അവൻ്റെ മോളാ. മോളെ, ബാപ്പാക്ക് ഇപ്പം എങ്ങനെയുണ്ട്? അവൻ കാരണ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും അവനാ കാരണം. അവനോടുള്ള കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കില്ല, മരിച്ചാൽ പോലും മറക്കില്ല. അത്രയ്ക്കുണ്ട് അവനോടുള്ള കടപ്പാട്. നബീസുമ്മയ്ക്ക് മനസ്സിലായി. അഹമ്മദ് ഖയുടെ വായിൽ നിന്ന് സ്ഥിരം കേൾക്കാറുണ്ടായിരുന്നു ഈ വാക്ക്, ഈ പേര്. മുമ്പൊക്കെ എപ്പോഴും കത്തയക്കുമായിരുന്നു. പിന്നെ അതും ഇല്ലാണ്ടായി. പണ്ട് ഗൾഫിലുണ്ടായിരുന്നപ്പോൾ സ്ഥിരം നല്ല കൂട്ടുകാരായിരുന്നു. ഇപ്പം കാലം കഴിഞ്ഞതോടെ ആ ബന്ധവും അങ്ങനെ പോയി. മോളെ, അവൻ നിന്നെ സംരക്ഷിക്കണമെന്നാ ഇതിലെഴുതിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ജീവനുള്ള കാലത്തോളം നിന്നെ സംരക്ഷിക്കും. അത്രയ്ക്ക് കടപ്പാടുണ്ട് എനിക്ക് അവനോട്.
മോളെ, എന്താ നിന്റെ പേര്? സുലൈഖ. അവൾ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. എന്താ മോളെ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിക്കാം. അതുകൊണ്ടൊന്നും മോളൊന്നും കൊണ്ട് പേടിക്കണ്ട കേട്ടോ. അത് അത് ഞാൻ പിന്നെ ഉപ്പയുടെ സ്വന്തം മോളല്ല, ഉപ്പാൻ്റെ മരുമകളാ. അവൾ അവളുടെ ജീവിതത്തിൽ ഇതുവരെ നടന്ന എല്ലാ സംഭവങ്ങളും തുറന്നു വെച്ചു. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. എനിക്ക് വേറെ എവിടെയും കയറി ചെല്ലാൻ ഇല്ലാത്തത് കൊണ്ടാ, അവൾ പതുക്കെ പറഞ്ഞു. അവൾക്ക് സങ്കടം വന്ന് പൊട്ടിക്കരഞ്ഞു പോയി അവിടുന്ന്. അവളുടെ കരച്ചിൽ കണ്ട് അവിടെയുള്ളവർക്കെല്ലാം സങ്കടം വന്നു. നബീസുമ്മ വന്ന് അവളുടെ തലയിൽ തലോടി. കരയിലെ മോളെ, അവർ സുലൈഖയുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. അപ്പോൾ സമീറയും രാധേച്ചിയും കൂടി വന്ന് അവളെ സമാധാനപ്പെടുത്തി. നബീസു, ഇനി മുതൽ ഇവൾ നമ്മുടെ മോളാ കേട്ടോ. മോളെ, വിഷമിക്കണ്ട. ഇനി ആർക്കും നിന്നെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. മക്കളില്ലാത്ത ഞങ്ങൾക്ക് അള്ളാഹു തന്ന ഒരു അനുഗ്രഹമാ ഇപ്പോൾ ഈ പൊന്നുമോള്. അപ്പം ഞങ്ങളോ? സമീറയും അബ്ദുവും കൂടി അവരുടെ അടുത്തേക്കെത്തി. ആ, നിങ്ങൾ തന്നെപ്പാ. എന്ത് നല്ല ആൾക്കാർ, സുലൈഖ ചിന്തിച്ചുപോയി. അപ്പൊ സുലൈഖ സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് എത്തിയത്. ഇനി എന്തൊക്കെയായിരിക്കും നടക്കുക എന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം കേട്ടോ. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നാളെ കാണാം. അസ്സലാമു അലൈക്കും.